ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ മുഖ്യമന്ത്രിയുമായി കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നിലനിൽക്കുന്ന തർക്കം അതിന്റെ പാരമ്യത്തിലേക്ക് എത്തുകയും കെഎസ്യു നേതാക്കൾ മുതൽ കെപിസിസി വക്താക്കളിൽ ഒരു വിഭാഗം വരെ പരസ്യമായി മുഖ്യമന്ത്രിയുടെ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തതിന് പിന്നാലെയാണ് ആ പ്രശ്നം വലിയ രാഷ്ട്രീയ പ്രചാരണ വിഷയമായി മാറുന്നതിനിടയിൽ അതിൽ അടിയന്തരമായ കെപിസിസി നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ ഉമ്മൻചാണ്ടി അനുസ്മരണവുമായി ബന്ധപ്പെട്ട് ഇന്ദിരാഭവനിൽ നടന്ന ചടങ്ങുകൾക്ക് ശേഷം കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫുമായി കെഎസ്യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ഒടുവിലാണ് പാർട്ടി നേതൃത്വം വിഷയത്തിൽ ഇടപെടുമെന്നും കെഎസ്യുവിന്റെ നിലപാട് മുഖ്യമന്ത്രി നേരിട്ട് അറിയിക്കാനുള്ള അവസരം ഉണ്ടാക്കുമെന്നും കെപിസിസി അധ്യക്ഷൻ ഉറപ്പു നൽകിയത്. ആ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ കെഎസ്യു സംസ്ഥാന പ്രസിഡന്റുമായി ഈ വിഷയത്തിലടക്കം ചർച്ചകൾ നടത്തുന്നതിന് വേണ്ടി ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ആഴ്ച തന്നെ എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രി കെഎസ്യു സംസ്ഥാന അധ്യക്ഷന് കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിക്കും. കെഎസ്യുവിന്റെ നിലപാട് അലോഷ്യസ് സേവ്യർ മുഖ്യമന്ത്രിയെ അറിയിക്കും. അതിനുശേഷമായിരിക്കും പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും എതിർപ്പുകളും വിമർശനങ്ങളും പരിഹരിച്ചുകൊണ്ട് അതിലൊരു തുടർ നീക്കങ്ങളിലേക്ക് കിടക്കുക. നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് തീരുമാനത്തിൽ മാറ്റമുണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല. കെഎസ്യുവിന് പറയാനുള്ളത് കേൾക്കും. അതിനപ്പുറത്തേക്ക് ജീവന ജെയിംസിനെ ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ച ആ തീരുമാനമായി തന്നെ നിലനിൽക്കുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. എന്തായാലും ഒന്നിനു പുറകെ ഒന്നായി സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗം രംഗത്തെത്തുന്നത് ഭൂഷണമായ ഒരു കാര്യമല്ല. അത് അങ്ങനെ തുടരാനാവില്ല എന്ന നിലപാടിലാണ് ബഹുഭൂരിപക്ഷം മുതിർന്ന നേതാക്കളും. അതുകൊണ്ട് അടിയന്തരമായ ഒരു ഇടപെടൽ പാർട്ടിക്കും സർക്കാരിനുമിടയിൽ ഏകോപനത്തിന് വേണ്ടി ഉണ്ടാകണമെന്ന ആവശ്യം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് മുമ്പിൽ മുതിർന്ന നേതാക്കൾ തന്നെ വെച്ചിട്ടുണ്ട്. കെപിസിസിയുടെ പുതിയ അധ്യക്ഷനെ വൈകാതെ പ്രഖ്യാപിക്കുന്നതോടെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാകുമെന്ന ഉറപ്പാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവും സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത്. ഡാൻ, ഇതിൽ നമുക്കറിയാം ചേരിതിരിഞ്ഞുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായി. ഏറ്റവും ഒടുവിൽ ഇന്നലെ കെ സി വേണുഗോപാൽ ഈ വിഷയം പരാമർശിക്കാതെ നൽകി. ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തന ശൈലി ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു സന്ദേശം കൂടിയാണ് നൽകിയത്. പക്ഷേ വി ഡി സതീശൻ പക്ഷവും ഒട്ടും പിന്നിലായിരുന്നില്ല. ഈ പരസ്യ പ്രസ്താവന നൽകിയവരെ വിലക്കണം എന്നതുൾപ്പെടെയുള്ള പരാതിയുമായി കെപിസിസിയിലേക്ക് എത്തുന്നത് നമ്മൾ കണ്ടു. മാത്രവുമല്ല, ഇതിൽ ചില മന്ത്രിമാർ എടുത്ത നിലപാട് കൂടി നമ്മൾ ശ്രദ്ധിക്കണം. രമേശ് ചെന്നിത്തല സ്വന്തം വകുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സ്വന്തം പ്രവൃത്തി മികവിൽ മുന്നോട്ട് പോവുക എന്ന കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഈ വിവാദ വിഷയങ്ങളിൽ പ്രതികരിക്കുന്നത് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും. മറ്റ് പല മന്ത്രിമാരും ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരുന്ന നിലപാട് നമ്മൾ കണ്ടതാണ്. അത് കെഎസ്യുവിനെ തള്ളുന്നുമില്ല, മുഖ്യമന്ത്രിയെയും തള്ളുന്നില്ല എന്ന നിലയിലാണ്. അത് വി ഡി സതീശന് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ടോ? മാത്രവുമല്ല, ലോയേഴ്സ് കോൺഗ്രസ് നൽകിയ ലിസ്റ്റ് അവർ അത് പിന്നീട് അതിന്റെ കാരണങ്ങളൊക്കെ വിശദീകരിച്ചു എങ്കിൽ പോലും മുഖ്യമന്ത്രി അത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഡീൻ കുര്യാക്കോസ് സ്വയം തന്നെ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ മുഖ്യമന്ത്രിക്കൊരു എഡ്ജ് ഈ വിഷയത്തിൽ കിട്ടിയിട്ടുണ്ടോ? പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങളിലേക്കും പരസ്യപ്പോരിലേക്കും പോയ സാഹചര്യത്തിലും കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച് പിന്നീട് നിയമസഭയിലെത്തി അവിടെ നിന്ന് മന്ത്രിസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിക്കോ ഒരു മന്ത്രിമാർക്കുമോ പാർട്ടിക്കോ അല്ലെങ്കിൽ പാർട്ടിയുടെ പോഷക സംഘടനകൾക്കോ എതിരായ പരസ്യമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് മന്ത്രിമാരെല്ലാം, കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള മന്ത്രിമാരെല്ലാവരും, കെഎസ്യുവിലൂടെ വളർന്നു വന്ന മന്ത്രിമാരെല്ലാവരും വൈകാരികമായി തന്നെ ആ വിഷയത്തിൽ പ്രതികരണങ്ങൾ നടത്തുകയും അങ്ങനെ ഒരു തർക്കം മുമ്പോട്ട് കൊണ്ടുപോകാനാകില്ല. കെഎസ്യു ഞങ്ങളുടെ സംഘടനയാണ്, ഞങ്ങൾ വളർന്ന സംഘടനയാണ്. അതുകൊണ്ട് കെഎസ്യുവിന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അത് ജനാധിപത്യ സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തുന്നത് ആ കെഎസ്യുവിലൂടെയും യൂത്ത് കോൺഗ്രസിലൂടെയും വളർന്ന് പിന്നീട് കോൺഗ്രസിന്റെ MLA-മാരായി പിന്നീട് മന്ത്രിസഭയിൽ ഇടം പിടിക്കാനായതിന്റെ ഒരു പൂർവ്വകാല ചരിത്രം പിന്നിലുള്ളത് കൊണ്ടാണ്. അതില്ലാതെ ഒറ്റയടിക്ക് ഇതിനെ മുഴുവൻ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു പോരാട്ടത്തിനോ അല്ലെങ്കിൽ പരസ്യമായ ഒരു വാക്പോരിനോ ഒന്നും തുടക്കം കുറിക്കാൻ ഒരു മന്ത്രിക്കുമാകില്ല. വി ഡി സതീശനും അത് കഴിയില്ല. അദ്ദേഹം ആ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞത് മറ്റു വലിയ രാഷ്ട്രീയ
വ്യാഖ്യാനങ്ങൾക്ക് വഴിവെക്കുകയായിരുന്നു എന്നതാണ് വസ്തുത. വി ഡി സതീശൻ ഒരിക്കലും KSUവിനെ തള്ളിക്കൊണ്ടോ യൂത്ത് കോൺഗ്രസിനെ തള്ളിക്കൊണ്ടോ ഒന്നും ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അദ്ദേഹം കോൺഗ്രസ് മുഖ്യമന്ത്രിയായി തുടരുന്നിടത്തോളം കാലം ഈ ഒരു വിഷയത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തു. അലോഷ്യ സേവ്യറുമായി വ്യക്തിപരമായി ഈ തെരഞ്ഞെടുപ്പിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടം മുതൽ സ്ഥാനാർത്ഥി നിർണയ ഘട്ടം മുതൽ നിലനിന്നിരുന്ന ചില തർക്കങ്ങളുണ്ട്. ഒരുപക്ഷെ ആ തർക്കങ്ങളൊക്കെ ഇവിടെ പ്രതിഫലിച്ചുവെന്നാണ് ഈ VDയുമായി അടുത്ത കേന്ദ്രങ്ങൾ നമുക്ക് നൽകുന്ന സൂചനയും. എന്തായാലും ഈ പ്രശ്നം ഇങ്ങനെ മുമ്പോട്ട് പോകില്ല. അതുകൊണ്ട് തന്നെയാണ് മഞ്ഞൊരുക്കാനുള്ള നീക്കം മന്ത്രിസഭയിലെ തന്നെ മുതിർന്ന അംഗങ്ങൾ അതോടൊപ്പം പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള മുതിർന്ന നേതാക്കളൊക്കെ ഇടപെട്ട് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി തന്നെ KSU അധ്യക്ഷനുമായി അടുത്ത ദിവസം കൂടിക്കാഴ്ച നടത്തും. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നുള്ള സൂചന പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുറത്തുവരുന്നത്. തീർച്ചയായും ഈ വിഷയത്തിൽ VD സതീശൻ തന്നെ എടുത്ത മുൻകാല നിലപാടുകളെ റദ്ദ് ചെയ്യുന്നതായിരുന്നു അദ്ദേഹം ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രവുമല്ല അല്പം ധാർഷ്ട്യം കടന്ന നിലപാട് തന്നെയാണ് അദ്ദേഹം ഈ വിഷയത്തിൽ എടുത്തത്. അത് പരസ്യമായി പറയുകയും ചെയ്തു. അപ്പോഴും ഉയരുന്ന ഒരു വിഷയം പാർട്ടിക്കുള്ളിൽ ഔദ്യോഗികമായി പരാതി ഉണ്ടെങ്കിൽ അറിയിക്കുക എന്നത് ചെയ്യാതെ പരസ്യമാക്കി മാധ്യമങ്ങളോട് ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണോ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടേണ്ടത് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. അപ്പോൾ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നത് നോക്കൂ. ഈ വിഷയത്തിൽ വിശദീകരണം നൽകുമ്പോൾ VD സതീശന് എന്തുകൊണ്ട് ഈ തീരുമാനം എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ലോയേഴ്സ് കോൺഗ്രസ് കൊടുത്ത ആ ലിസ്റ്റ് കാണിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടായി. പ്രതിപക്ഷം അത് ഏറ്റുപിടിച്ച് സത്യപ്രതിജ്ഞാ ലംഘനമുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനെതിരെ രാഷ്ട്രീയമായി ആരോപണം ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടത്. അപ്പോൾ അതുവരെ എത്തി സാഹചര്യങ്ങൾ എന്ന ഒരു കാര്യമുണ്ട്. ഇതിപ്പോൾ KPCC ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ 2 മാസത്തിനിടെ ഇത്തരം പരസ്യമായ വിഴുപ്പലക്കലുകൾ കേരളം കാണുകയാണ്. വലിയ പ്രതീക്ഷയോടുകൂടി അധികാരത്തിലേറ്റ ഒരു മുന്നണിയാണ്. അപ്പോൾ ഇതിനെ ആവർത്തിക്കാതിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ പാർട്ടിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമോ? ഈ പരസ്യ പ്രതികരണങ്ങൾക്ക് ഒരു വിലക്ക് നിർദ്ദേശം അതെന്തെങ്കിലും പാർട്ടി പരിഗണിക്കുന്നുണ്ടോ? അതിനുള്ള സാധ്യതകളുണ്ടോ? അവിടെ നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് 10 വർഷം LDF കേരളത്തിൽ ഭരിച്ചതാണ്. LDFന്റെ പല നയങ്ങൾക്കെതിരെ ഒരുപക്ഷെ ഏറ്റവും വിവാദമായി മാറിയത് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപെടലുകളാണ്. അതടക്കം പാർട്ടിക്കുള്ളിലും വലിയ എതിർപ്പുകൾ ഉയർന്നിരുന്നുവെന്ന്. പക്ഷേ അത് പരസ്യമായ ഒരു വിഴുപ്പലക്കലുകളിലേക്ക് നീങ്ങിയിരുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങാതിരുന്നതിന്റെ കാരണം CPMന്റെ LDFന്റെ ഒരു കേഡർ സംവിധാനം തന്നെയാണ്. അങ്ങനെ ഒരു കേഡർ സംവിധാനം UDFലോ കോൺഗ്രസിലോ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അഭിപ്രായങ്ങൾ പരസ്യമായി തന്നെ രേഖപ്പെടുത്തുന്നത് ഇതിപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രിയായ ശേഷം ഉണ്ടായ കാര്യമല്ല. നമുക്കറിയാം 10 വർഷം മുമ്പ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഇപ്പോൾ മുഖ്യമന്ത്രിയായ VD സതീശൻ എതിർപ്പ് ഉയർത്തിയിട്ടുണ്ട്, വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവ്യക്തതകൾ, ആശങ്കകൾ അത് പരിഹരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം. അത് നിലപാടാണ്. ആ നിലപാട് എവിടെയായാലും പറയും. അതിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല എന്ന നിലപാടെടുത്ത വ്യക്തിയാണ് VD സതീശൻ. അതേ VD സതീശൻ 10 വർഷങ്ങൾക്ക് ഇപ്പുറം കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ പിന്മുറക്കാരായ പോഷക സംഘടനകളുടെ പ്രതിനിധികൾ സർക്കാർ എടുക്കുന്ന നയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരസ്യമായി തന്നെ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനൊരു മാറ്റവും കോൺഗ്രസിൽ ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല. ഡാൻ കുര്യനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.